ഹലോ, മെഫ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ വേറൊന്നുമല്ല, കപ്പ ബിരിയാണിയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കപ്പ ബിരിയാണി കഴിക്കാൻ പോകുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, തൈറോയിഡിൻ്റെ ഒരു പ്രധാന വില്ലനാണ് കപ്പ. അതുകൊണ്ട് തന്നെ കുറേ നാളുകളായിട്ട് കപ്പ ഞങ്ങൾ മാറ്റി വെച്ചേക്കായിരുന്നു. എന്ന് വെച്ച് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റിയൊരു കാര്യമല്ലല്ലോ നമ്മുടെ കപ്പ. കാരണം നമ്മളെ മലയാളികളുടെ ഒരു വികാരമാണ് ഈ കപ്പ ബിരിയാണി, പ്രത്യേകിച്ച് ബീഫൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുടെ. അത് പ്രത്യേകം എടുത്തു പറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ല് വാങ്ങിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കപ്പയെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ മെഫ്സ് എങ്ങനെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ വെന്ത് വന്നേക്കുന്ന കപ്പ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം. നല്ല അടിപൊളി കപ്പയായിരുന്നു. കുറച്ച് തിളച്ചപ്പോഴത്തേനും നന്നായിട്ടത് വെന്ത് കിട്ടിയിട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത കൂട്ടിലോട്ട് നോക്കാം. ഇതിനകത്ത് ചേർക്കേണ്ടത് തേങ്ങയിലേക്ക് അല്പം ജീരകം, ഒരു 1/4 ടീസ്പൂൺ, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഞാൻ ചേർത്തേക്കണേ. ഇതിനകത്തോട്ട് നമുക്ക് ചെറിയുള്ളിയും കാന്താരി മുളകും കൂടി ചേർക്കാം. പക്ഷെ എൻ്റെ അടുത്ത് ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഒതുക്കിയെടുത്ത തേങ്ങ നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്കിനി കുറച്ച് ഉള്ളി താളിച്ചെടുക്കാം. അല്പം എണ്ണയിൽ സവാള കുറച്ച്, അതുപോലെ കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് താളിച്ചെടുക്കുക. ചെറിയുള്ളി ആണെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബീഫിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. താളിക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാത്തതിന് കാരണം നമ്മളിത് ബീഫ് വേവിച്ചപ്പോൾ തന്നെ അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലോണം ചതച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട മസാലകൾ എന്താണെന്ന് നോക്കാം. കാശ്മീരി മുളക് പൊടി, കുറച്ച് മീറ്റ് മസാല, ഒരു 1.5 ടേബിൾ സ്പൂൺ, അല്പം ജീരകപ്പൊടി, അല്പം ഗരം മസാല, ഇനി 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേനും നമുക്ക് ഇറച്ചി വേവിച്ച് വെച്ചേക്കുന്ന വെള്ളമുണ്ട്, ആ ഒരു സ്റ്റോക്ക് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അധികം വെളിച്ചെണ്ണ ചേർക്കാത്തതിൻ്റെ കാരണം നമുക്കറിയാം ബീഫിൽ ആവശ്യത്തിന് നെയ്യുണ്ട്. അപ്പോൾ നമ്മളിതേ ചൂടായി വന്ന മസാലയിലേക്ക് നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്ക് ഇട്ട് കൊടുത്തു. അതിനകത്ത് കണ്ടോ അല്പം നെയ്യും എല്ലാം കൂടി ചേർന്നൊരു സ്റ്റോക്കാണ്. ഇതിനകത്ത് ഈ മസാല കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരണം. നല്ലൊരു രുചിയും മണമാണ് കേട്ടോ. അതിനകത്ത് കിടന്ന് വഴന്നു വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ടത് അങ്ങോട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബീഫിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പല സ്ഥലങ്ങളിലും നമ്മൾ പല രീതിയിലാണ് ആക്കുന്നത് കേട്ടോ. പല രീതിയിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളല്ല, എന്നാലും ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ ഇടാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ മസാല വെള്ളം ഞാൻ കുറച്ച് മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മുടെ ബീഫിലോട്ട് ഒതുക്കി വെച്ചേക്കണ തേങ്ങയുടെ മിക്സ് എടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉടച്ച് വെച്ചേക്കണ കപ്പയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫിൻ്റെ ഗ്രേവി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം എല്ലാം കൂടി ചേർത്ത് കുഴച്ചൊക്കെ എടുക്കുമ്പോഴത്തേനും അധികമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, മേലെ തെളിഞ്ഞു വരുന്ന കുറച്ച് നെയ്യെല്ലാം ഞാനെടുത്ത് കളയും. കുറച്ച് നെയ്യൊക്കെ മാറ്റി വെച്ചില്ലെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ വരുന്ന വഴി അറിയില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നല്ല നെയ്യാണ് ബീഫിൻ്റെ എല്ലിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഉരുളി എടുത്തിട്ട് അതിനകത്തോട്ട് മിക്സ് ആക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ എനിക്ക് മടിയായതുകൊണ്ടാണ് ഗൈസ്. കാരണം എല്ലാത്തിലും കൂടി നെയ്യ് അങ്ങോട്ട് ആക്കണ്ടാലോ എന്ന് കരുതി. അപ്പോൾ ഇതിനകത്ത് തന്നെ അങ്ങോട്ട് ഒപ്പിച്ചെടുത്തു. ഇനി ഇതെല്ലാം കുഴച്ചതിന് ശേഷം നമുക്ക് ആ ഗ്രേവി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സാവധാനത്തിൽ അങ്ങോട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി. ഒരു രക്ഷയില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നൊന്ന് പറയണേ, കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അതിനുശേഷം നമ്മൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് അങ്ങോട്ട് അരിഞ്ഞു കൊടുത്തേക്ക്. മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എല്ലാ കറികളിലും, മിക്കവാറും എല്ലാ കറികളിലും ഞാൻ തോരനിലൊക്കെ ഒഴികെ ബാക്കി എല്ലാത്തിലും ഞാൻ ഇത് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സ്വയംഭൻ
ബീഫ് ബിരിയാണി റെഡി. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ കപ്പ ബിരിയാണി. കുറേ നാളായി കഴിച്ചിട്ട്. ഞങ്ങൾക്ക് ഈ എല്ല് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നേരമായിരുന്നു അത് ഇത് വാങ്ങിച്ചിട്ട്. ഇച്ചിരി അച്ചാർ. എനിക്ക് ഭയങ്കര സോഫ്റ്റാണ്. ടേസ്റ്റ് കഴിക്കാനെടുക്കുമ്പോൾ ഇതിൻ്റെ മേലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ കുറച്ച് സവാളയും പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ്. നല്ലതാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല മഴയുള്ള സമയത്ത് ബീഫ് ബിരിയാണി, നല്ല ചൂട് കട്ടൻ ചായയും പുതിന ചായ ആയിരിക്കണം കേട്ടോ. പുതിനൊക്കെ ഇട്ട ചൂട് കട്ടൻ ചായയും അതുപോലെ ഒരു അല്പം അച്ചാറൊക്കെ ഉണ്ട് തൊടാന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത്. കുറേ നാളെ കഴിച്ചിട്ട് കപ്പ ബിരിയാണി. ഒരുപാട് നാളുകൾക്ക് ശേഷം കഴിക്കുമ്പോൾ അതിൻ്റെ രുചി ഒന്നും കൂടി ഇരട്ടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ആസ്വദിച്ചാണ് ഞങ്ങളെല്ലാവരും കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആരും ലൈക്ക് ഇടാനൊന്നും മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ടാറ്റ, ബൈ ബൈ.